ഹലോ ഗൈസ്, ഇന്ന് നമ്മളുള്ളത് ഒരു സീരിയൽ സെറ്റിലാണ്. എല്ലാവരും സീരിയൽ കാണുന്നവരായിരിക്കും. ഇപ്പോൾ സീരിയൽ സെറ്റിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ സീരിയലിലെ ആദ്യത്തെ ക്യാരക്ടറിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇത് കണ്ടില്ലേ, അമ്മിണി ട്രാവൽസ്. ഈ ബസ്സാണ് ഈ സീരിയലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ. അപ്പോൾ സീരിയൽ ഏതാണെന്നല്ലേ, ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ഹാപ്പി കപ്പിൾ എന്ന സീരിയലിൻ്റെ സെറ്റിലാണ് നമ്മളുള്ളത്. അതിൻ്റെ മെയിൻ ക്യാരക്ടറിനൊപ്പം ബാക്കി കഥാപാത്രങ്ങൾ ആരാണെന്നും സീരിയലിൻ്റെ വിശേഷം ഒക്കെ നമുക്ക് ചോദിക്കാം. ഹാപ്പി കപ്പിളിൻ്റെ ദി മെയിൻ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടേണ്ട ആളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹാപ്പി കപ്പിളിൻ്റെ കപ്പിത്താൻ ഡയറക്ടർ സർ മനോജ് സാറാണ്. എത്രയോ സിറ്റ്കോമുകൾ വളരെ നമ്മൾ കണ്ട് ശീലിച്ചത്, അല്ലെങ്കിൽ മലയാളികൾക്ക് സിറ്റ്കോം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഓടി വരുന്ന ഒരുപാട് സീരിയലുകൾ ചെയ്ത ആളാണ്. അപ്പോൾ ഹാപ്പി കപ്പിൾ എങ്ങനെ ഒരു സിറ്റ്കോമാണ്? ഹാപ്പി കപ്പിൾ സിറ്റ്കോമാണ്. പിന്നെ എന്താ പറയുക, ഇതിൽ നമ്മൾ പുതുതായിട്ട് ഇപ്പം അത് പറയാനുള്ളത് വെച്ചാൽ ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ഒരു സംഭവമാണല്ലോ ഈ ദാമ്പത്യത്തിലുണ്ടാകുന്ന പാളിച്ചകളും അതിനെ തുടർന്നുണ്ടാകുന്ന ഡൈവേഴ്സും ഒക്കെ. ഇന്ന് എന്താ പറയുക, നമ്മളെ കേരളത്തിൽ നമുക്ക് സ്ഥിരം കണ്ട് പരിചയമായത് ഏരിയ ആണല്ലോ. അപ്പോൾ ആ ഏരിയ പിടിച്ചുകൊണ്ടാണ് ഇതിൻ്റെ എന്താ പറയുക കോർ പോകുന്നത്. സാറ് ചെയ്ത സീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സീരിയലുകൾ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. തട്ടിമുട്ടയും മറിമായം, അപ്പോൾ അതുപോലെ എരിവും പുളിയും, അങ്ങനെ എത്രയോ സീരിയലാണ്. ഈ സക്സസിന്റെ അതിലങ്ങനെ സക്സസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും ടീം വർക്കായിട്ട് ചെയ്യുന്നതല്ലേ. ഇപ്പം നല്ലൊരു കഥ ഉണ്ടാവുക, നല്ല റൈറ്റർ ഉണ്ടാവുക, നല്ല ആർട്ടിസ്റ്റുകൾ കിട്ടുക. പിന്നെ എന്താ പറയുക, അതൊക്കെ എന്താ പറയുക, അങ്ങനെ കിട്ടുമ്പോൾ നമ്മളെന്താ പറയുക, സ്വാഭാവികമായിട്ടും നമ്മുടെയും കൂടെ എന്താ പറയുക എനർജി പുറത്തെടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെയല്ലോ ഒരു സക്സസ് ആകുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ അങ്ങനെയായിരിക്കും. സാറ് ചെയ്ത ഈ സീരിയലുകളെല്ലാം ഒരുപാട് നാള് റൺ ചെയ്തതാണ്. ഇപ്പോഴും ആളുകൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന എപ്പിസോഡ്സ് പലതും സാറ് ഡയറക്റ്റ് ചെയ്തതായിരിക്കും. അത് എന്താ പറയുക, കോമഡി ആയതുകൊണ്ടാണല്ലോ കൂടുതൽ. മറ്റേ സാധാരണ നമ്മൾ സീരിയലുകളേക്കാൾ കൂടുതൽ ആളുകൾ പിന്നെ ഇതുപോലുള്ള സീരിയൽ സിറ്റ്കോമുകൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് അത് കോമഡി ആയതുകൊണ്ടാണ്. അപ്പോൾ ആളുകൾക്ക് റിലാക്സ് ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ റിലാക്സേഷൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും ഈ റിപ്പീറ്റ് ചെയ്ത ആളുകൾ കാണുന്നത്. അപ്പോൾ ഒരു സീരിയസ് ടൈപ്പ് ഓഫ് സീരിയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ സാധാരണ സീരിയലും ചെയ്തിട്ടുണ്ട്. ഏതായിരിക്കും കുറച്ചും കൂടെ ആക്ടേഴ്സിനെ ഗൈഡ്? അല്ല, എനിക്കിഷ്ടം ഇതാണ്. എനിക്ക് കാരണം വെച്ചാൽ ഇത് നമ്മളുടെ ഒരു ഏരിയ ആണ്. കാരണം വെച്ചാൽ എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. ഹ്യൂമർ അതെ പറയല്ല, അങ്ങനല്ല, ഹ്യൂമർ പറയും. നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് എന്താ പറയുക, 3-4 ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് നമുക്കതിങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ബേസിക് ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ പോലും അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക ഇമ്പ്രൂവൈസ് ചെയ്ത് ഒരു സാധനത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ്. മറ്റേ സീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിന് ബേസ് ചെയ്തുകൊണ്ട് മാത്രം അല്ലേ പോകാൻ പറ്റും. ഇതങ്ങനെയല്ല. ബേസിക് സ്ക്രിപ്റ്റാണെങ്കിൽ പോലും ചില സാധനങ്ങൾ ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് നമുക്ക് ആ സീനറിയോ വേറൊരു തരത്തിലേക്കുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും സുഖം. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് മറ്റേ സീരിയൽ ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇതാണ്. പക്ഷേ എന്താ പറയുക, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് അതും ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. മറിമായം പോലുള്ള ഷോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കുള്ള എങ്ങനെയായിരുന്നു? കാരണം അതെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. പിന്നെ അവരൊക്കെ ഗംഭീര ആർട്ടിസ്റ്റുകളല്ലേ. സാധാരണ അങ്ങനെയുള്ള എന്താ പറയുക, നമുക്ക് നല്ല ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക പണി കുറച്ചുകൂടെ എളുപ്പമാണ്, വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും നമുക്കതിനെ വളർത്തി കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ അങ്ങനെ തന്നെ എന്താ വെച്ചാൽ എല്ലാം ഇതിലുള്ളതും നല്ല ആർട്ടിസ്റ്റുകളെല്ലാം നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക, അവർക്ക് നന്നായിട്ടും അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻ തരുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ ഇവിടെയുള്ളൂ. അപ്പോൾ ഇതും അതുപോലെ ഇത്രയും നല്ല ഷോസ് ചെയ്യുമ്പോഴത്തേക്കും സാറിൻ്റെ എന്തായാലും ആൾക്കാർ പ്രതീക്ഷിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യാതെ ഉള്ളൂ. ബാക്കിയുള്ളത്
ഇപ്പൊ തട്ടിമുട്ടയിലാണെങ്കിൽ KPC ലളിത മാമിനെ പോലുള്ള വളരെ സീനിയർ ആയിട്ട് പിന്നെ അത് തട്ടിൽ ഭയങ്കര കയറി തെളിയിച്ച ഇത്രയും അഭിനയം തെളിയിച്ച ആൾക്കാരൊക്കെയാണ് അതെ. ഉണ്ടായിരുന്നത്. പിന്നെ മഞ്ജു ചേച്ചിയും ലളിതാമ്മയും മറ്റേ ജയൻ ചേട്ടനും നസീർ സംക്രാന്തിയും അതുപോലെ മറിമായത്തിൽ എന്താ പറയുക മണികണ്ഠ പട്ടാമ്പിയും നിയാസ്കിയും പിന്നെ Okay. അതുപോലെ വിനോദ് കോപുര എല്ലാം എല്ലാം നല്ല ആർട്ടിസ്റ്റുകളല്ലേ. ചിലപ്പം നമ്മളൊരു ബേസ് സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഫ്രണ്ട്ലി ചെയ്യുമ്പോഴത്തേക്കും മൊത്തം ഇവരെ തന്നെ പിന്നെയും പിന്നെ ബിൽഡ് ചെയ്ത് പോയ എന്തെങ്കിലും സീനോ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു. ഉണ്ടായിട്ടുണ്ട്. അത് അതൊരു ഭയങ്കര രസമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ തട്ടിമുട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പെണ്ണ് കാണാൻ പോകുന്ന സീനാണ് അത്. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് സീനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ 5 മിനിറ്റ് സീൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ലൊക്കേഷനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അവിടെ ചെന്നിട്ട് ഈ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ 5 മിനിറ്റ് എന്നുള്ളത് ഒരു എപ്പിസോഡായി. ആ ഒരു സീൻ ഒരു എപ്പിസോഡായി. കാരണം വെച്ചാൽ അതിങ്ങനെ കോൺട്രിബ്യൂട്ട് അവർ തന്നെ വളർത്തിക്കൊണ്ടുവരും. അപ്പോൾ അവർ വളർത്തിക്കൊണ്ടുവരുമ്പോൾ എന്താ പറയുക, നമുക്കത് എന്താ പറയുക, അത് ഒട്ടും ലാഗില്ലാത്ത ഒരു എപ്പിസോഡായിട്ട് മാറി. അതാണ് സിറ്റ്കോമിൻ്റെ ഒക്കെ ഒരു രസം. നമുക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു രസം അതാണ്. അപ്പൊ ഹാപ്പി കപ്പിളിലെ നായികയാണ് എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. അപ്പൊ പറയൂ, ഹാപ്പി കപ്പിളിലെ നായിക എന്താണ് ചെയ്യാൻ പോകുന്നത്? ഹാപ്പി കപ്പിളിലെ നായിക ഹാപ്പി കപ്പിൾ ആണോ നായിക? ഹാപ്പി കപ്പിൾ ആണോന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം, അല്ലേന്ന് ചോദിച്ചാൽ അല്ലേന്നും പറയാം. പോകെ പോകെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഹാപ്പി കപ്പിളിൽ കീർത്തി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ജീവൻ്റെ പെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ആക്ച്വലി ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായി വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും ഇവിടെ നീളം കീർത്തി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടാവുക? പ്രേക്ഷകർക്ക് എന്ത് പ്രതീക്ഷിക്കാൻ കഴിയും? പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സാധനം പ്രതീക്ഷിക്കുക. എപ്പോഴും ഞാൻ ഭയങ്കര എന്താ പറയുക, ഒരു ഫൺ ലൈക്ക് അങ്ങനത്തെ ഒരു സാധനമായിരിക്കും ഞാൻ എപ്പോഴും ചെയ്യണത്. പക്ഷേ ഇത്തവണ വരുമ്പം ഫൺ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അതിൽ കൂടുതൽ കുറച്ചും കൂടെ ക്യാരക്ടറുള്ള അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സെറ്റാവുമായിരിക്കും എന്ന് വിചാരിക്കും. തുടക്കത്തിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു എന്താന്നൊക്കെ വിചാരിക്കും. പക്ഷേ പിന്നെ അത് ശരിയായി വരും എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ സീരിയലിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും ഒരു സിറ്റ്കോം എന്ന് അറിയായിരുന്നു. അപ്പോൾ അത് ഒരു റീസൺ ആയോ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാൻ? ഞാൻ ആക്ച്വലി ഇതിന് മുമ്പ് ചെയ്തതും സിറ്റ്കോം തന്നെയാണ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ആക്ച്വലി വിചാരിച്ചത് ഇനിയും ഞാൻ സിറ്റ്കോം തന്നെ ചെയ്യണുള്ളൂ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ വീണ്ടും ചെറിയൊരു ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ വന്നു. കാരണം സിറ്റ്കോംസ് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ, ഷടപടയിൽ അടുത്തടുത്ത വരില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എഗെയിൻ ബാക്ക് ടു സിറ്റ്കോം വരാൻ പറ്റുമല്ലോ. അപ്പം സിറ്റ്കോം ആണോ എന്നുള്ളതാണ് എൻ്റെ മെയിൻ റീസൺ. നമ്മൾ ഹാപ്പി കപ്പിളിലെ നായകനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഒക്കെ പറയൂ ജീവൻ, എങ്ങനെയാണ് ഹാപ്പി കപ്പിളിലെ ജീവൻ്റെ ക്യാരക്ടർ? ഹാപ്പി ആയിട്ടുള്ളൊരു കപ്പിൾ തന്നെയാണോ? ഇത് ഹാപ്പി കപ്പിൾസിൽ ജയേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എൻ്റെത്. അപ്പം ഇത് നമ്മുടെ ഒരു ഇതിനകത്തുള്ള സ്വർണ്ണലതയുടെയും ബാഹുലേൻ്റെയും 4 മക്കളിൽ ഒരാളാണ്. 3 മക്കൾ 4 മക്കളുണ്ട്. അപ്പോൾ 4 മക്കൾ ഒരാളാണ് ജയേഷ് ഒരു ബസ് മുതലാളിയാണ്. നമ്മൾ ഈ കിടക്കുന്ന ബസ്സിൻ്റെ മുതലാളിയാണ് ഞാൻ. അങ്ങനെ ഈ ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാം ഈ പറയുന്ന ഡിവോഴ്സും അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഒരു കല്യാണത്തിന് വേണ്ടി അതിപ്പം എങ്ങനെ ആ കല്യാണം എങ്ങനെ അവസാനിക്കും, അല്ലെങ്കിൽ എങ്ങനെ ആ ഈ ഡിവോഴ്സിലേക്ക് എത്തുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയോടുകൂടി ഒരു കല്യാണത്തിലേക്ക് കടക്കുന്ന ഒരു ക്യാരക്ടറാണ് ജയേഷിൻ്റേത്. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വഴിയെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ ഇന്നൊരു ചെയ്തിരിക്കുന്നതിൽ വെച്ചിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കുറച്ച് ഈ പറയുന്ന ആൾ ഭയങ്കര ശുദ്ധനായിട്ടൊരാളാണ്. കോമഡി അങ്ങനെ കോമഡി മീൻസ് സിറ്റ്കോം എന്ന് പറയുന്നത് തന്നെ സിറ്റുവേഷനിലായിട്ടുള്ള കോമഡീസ് വരുന്നതല്ല. നമ്മൾ അതിനകത്ത് പ്രത്യേകം കോമഡിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, സിറ്റുവേഷനിലായിട്ട് കോമഡീസ് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഒരാളാണ്, ഭയങ്കര ദൈവഭക്തിയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തുള്ളൊരു നല്ലൊരു ക്യാരക്ടറാണ് ജയേഷ് എന്നുള്ളത്. അപ്പം വളരെ ചെറുപ്പം തൊട്ടേ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയ ആളാണ് ജീവൻ. അപ്പോൾ ഇത്രയും വർഷത്തെ ജേണി വെച്ച് നോക്കുമ്പോഴത്തേക്കും പ്രേക്ഷകർ ഇപ്പോൾ എങ്ങനെയാണ് ജീവനെ നോക്കിക്കാണുന്നത്? പണ്ടത്തുള്ള ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈ കുഞ്ഞിലെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആ ഒരു കുട്ടിക്കാലത്തൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഒരു സാധാ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. എന്നാലും ഞാൻ ആ സമയത്ത് ചെയ്തിരിക്കുന്നതിൽ വെച്ചിട്ട് ഇപ്പോൾ ഈ പറയുന്ന അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ മൈബോസ് എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും, എല്ലാവരും പ്രേക്ഷകരെല്ലാം അംഗീകരിച്ചതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള സിനിമയും സീരിയലുകളും എല്ലാമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ കല്യാണം അങ്ങനത്തുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതാണ്. ഒരു ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ കുറേ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ് ജയേഷിൻ്റേത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്.
അപ്പൊ ഇപ്പോഴാണെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ഫസ്റ്റ് വരുന്നത് ജിംബൂമ്പ, ജീവൻ എന്ന് പറഞ്ഞാൽ ജിംബൂമ്പ. അപ്പൊ അതിനേക്കാളും ഒരു പടി മുകളിലേക്ക് ക്യാരക്ടർ എത്തിപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. ഇതിപ്പോൾ ഒരുപടി മുകളിലേക്കെന്നല്ല, എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ചെയ്യുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇപ്പം അതെന്ന് പറയുന്നത് ഒരു ഭൂതത്തിൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു, ഒരു ഫാൻറ്റസി ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു അത് വന്നുകൊണ്ട്. ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ സംഭവിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നേരിടേണ്ടി വരുന്ന കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം, ജീവന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ബിഗ് ബോസിലുണ്ട്, അനുമോൾ. കാണാറുണ്ടോ? കാണാറുണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട്. എങ്ങനെയുണ്ട് അനുമോളുടെ പെർഫോമൻസ്? നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, എല്ലാവരെയും പോലെ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അനുവിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവളുടേതായിട്ടുള്ള സെറ്റിലൊക്കെ ഉള്ളത് കണക്ക് തന്നെയാണോ? അതെ അതെ അതെ. ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല? ഇല്ല, എനിക്ക് അങ്ങനെ ഡിഫറൻസ് ഒന്നും തോന്നില്ല. അപ്പൊ അനുമോള് ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്ക് ഞെട്ടിയിരുന്നോ? അനുമോളിനെ പോലെ ഒരു പാവം പിടിച്ച ക്യാരക്ടർ ബിഗ് ബോസിലേക്ക് പോകുന്നതിന്? ഇല്ലില്ല, ഞെട്ടാനായിട്ട് നമുക്ക് അങ്ങനെ പാവം പിടിച്ച ക്യാരക്ടേഴ്സ് ഒന്നല്ല. എല്ലാവരും ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് വരുന്ന എല്ലാവരും എന്താ പറയണ്ടേ, അങ്ങനെ പാവങ്ങൾ എന്നുള്ളത് മാത്രമല്ല, എല്ലാവരും പാവങ്ങൾ തന്നെയാണ്. പിന്നെ അതൊരു ഗെയിം ഷോ ആണ്, അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഗെയിം കളിച്ചവർ പോകുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹാപ്പി കപ്പിളിലെ ഹാപ്പിനെയാണ്. പറഞ്ഞോളെ ഹാപ്പി, എങ്ങനെയാണ് ക്യാരക്ടർ, എന്താണ്? എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഹാപ്പി ഒരു മൃഗാശുപത്രിയിലെ കമ്മോഡറാണ്. ഭാര്യ ഒരു മോളുണ്ട്. പിന്നെ മൃഗങ്ങളെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മനുഷ്യരെക്കായും ഒരുപടി മുൻപിൽ സ്നേഹം നിൽക്കുന്ന മൃഗങ്ങളോടാണ്. അപ്പം അതും സംബന്ധിച്ചുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഒരുപാട് സറ്റയർ ഷോസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകർ ഇതിനെ? ഇത് കൈകൾ നീട്ടി സ്വീകരിക്കുന്നതാണ് പ്രതീക്ഷ. കാരണം നല്ലൊരു കഥയാണ്. ഗിരീഷ് ഗ്രാമികയാണ് എൻ്റെ തിരക്കഥ. പിന്നെ മനോജ് സാറാണ് ഡയറക്ടർ. പിന്നെ നല്ല ഒരു ക്രൂസ് ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ അടിപൊളിയാണ്. നല്ല സംഭവം, നല്ല ഹ്യൂമറൊക്കെ ഉള്ള കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം. അപ്പോൾ ഇത്രയും നാള് നമ്മൾ കണ്ടു ശീലിച്ച സിറ്റ്കോമുകളിൽ നിന്ന് എന്തായിരിക്കും ഹാപ്പി കപ്പിളിനെ ഡിഫറെൻ്റ് ആക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം എല്ലാം ഒന്നിനൊന്നും വെച്ചല്ലേ. ഇത് നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാത്തിനേക്കും ഒരുപടി മുമ്പിൽ തന്നെ ആയിരിക്കും നമ്മുടെ വിശ്വാസം. ഇത് നല്ല സംഭവമാണ്, കാരണം നല്ല കഥയാണ്. നല്ല കഥയുണ്ട്, പറയുമ്പോൾ ഹ്യൂമറിന് ഒരുപാട് സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ്. ഇതുപോലെയൊക്കെ ഈ കഥ പോലെ മിക്ക വീടുകളിലൊക്കെ സംഭവിക്കുന്നതാവാം. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും ഇത് നമ്മളെ എവിടെയൊക്കെ നടക്കുന്നതാണല്ലോ അവിടെ ചിന്തിക്കും. അപ്പോൾ ഹാപ്പി കപ്പിളിലെ കുറേ പേരെ കണ്ടു. ആ ഹാപ്പി കപ്പിളിൽ ഒരു സാഡ് കപ്പിളിൽ ഒരാളാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഉണ്ണിയാർച്ച എന്നാണ്. ഞാനും ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ട് എൻ്റെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും അത്ര വലിയ കാര്യമായിട്ട് എന്നെ ബാധിക്കില്ല. ഒരു ഫ്ലോയിൽ അങ്ങനെ ഇങ്ങനെ പോകും. അങ്ങനത്തെ ഒരു പൊട്ടിത്തെറിച്ചൊരു ക്യാരക്ടറാണ്. ഒരു കൂൾ ക്യാരക്ടറാണ്. ഇഷ്ടാവായിരിക്കും അല്ലേ? ഇതിനു മുന്നേ ഇങ്ങനെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്? ഞാൻ തട്ടിമുട്ടിയിലൊക്കെ ചെയ്തിട്ടുണ്ട്, ശകുന്തള എന്ന് പറഞ്ഞിട്ട്. അത് ഇതുപോലത്തെ ക്യാരക്ടർ അല്ല, വേറൊരു ടൈപ്പ്. അപ്പോൾ സിറ്റ്കോം ചെയ്ത് പരിചയമുള്ള ആളാണ്? അതെ, സിറ്റ്കോം ചെയ്ത് പരിചയമുണ്ട്. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പൊന്മുട്ട, കേമി, അതൊക്കെ സിറ്റ്കോം ആയിരുന്നു. പിന്നെ സൂര്യ കോമഡിയിൽ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സിറ്റ്കോം ചെയ്ത് പരിചയമുണ്ട്. ചെയ്യാൻ ഇഷ്ടം സിറ്റ്കോമാണ്. പ്രേക്ഷകർ ഇത് എങ്ങനെ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഉറപ്പായിട്ടും പ്രേക്ഷകർ നല്ല രീതിയിൽ തന്നെ ഏറ്റെടുക്കും. കാരണം ഇത് ലൈവായിട്ടുള്ള ഒരു ഇത് വരുമ്പോഴത്തേനും ആൾക്കാർക്ക് അത് ഇഷ്ടമാവും. പിന്നെ നമ്മളെല്ലാവരും ഭയങ്കര ഫണ്ണായിട്ട് നമ്മുടെ ഈ ഇണക്കവും പിണക്കവും തല്ലുകൂടലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബാക്കിൽ കണ്ടോ അമ്മിണി ട്രാവൽസ്, അതാണ് ഇതിലൊരു മെയിൻ ക്യാരക്ടറാണ് ഞാൻ. എൻ്റെ അമ്മയുടെ പേരാണ് അമ്മിണി എന്നുള്ളത്. അമ്മിണിയുടെ മകളായ സ്വർണ്ണലതയാണ് ഈ ഇരിക്കുന്നത്. എൻ്റെ ക്യാരക്ടറിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല ഇതുവരെ. അതായത് നിങ്ങൾ സസ്പെൻസിലൂടെ കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളിൽ പലർക്കും, സീരിയൽ പ്രേക്ഷകരായ നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയുമായിരിക്കാം. നിങ്ങളുടെ സ്വന്തം റാണിയമ്മ. ഏഷ്യാനെറ്റിൽ ഇതെൻ്റെ 5th ഇയർ ആണ്, എൻ്റെ 3rd പ്രോജക്റ്റാണ്. റാണിയമ്മേനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞാൻ ഒന്നും അറിയാതെ, എന്താ പറയുക, സീരിയലിനെ കുറിച്ച് ഒന്നും അറിയാതെ ഞാൻ വന്നെന്ന് ഞാൻ എന്നും പറയാറുണ്ടായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ റാണിയമ്മേനെ വളരെ സ്നേഹപൂർവ്വം ആക്സെപ്റ്റ് ചെയ്ത് ഇന്നും എന്നെ കാണുമ്പോൾ റാണിയമ്മ എന്ന ആൾക്കാർ വിളിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ ഇനി അത് മാറ്റി വിളിക്കണം കേട്ടോ. ഇനി സ്വർണ്ണലതയെന്നോ സ്വർണ്ണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കുമെന്ന് വിചാരിക്കട്ടെ. അതിന് മുന്നേ രണ്ടാമത്തതായ ഗൗരി ശങ്കരോ നിങ്ങൾ കണ്ടു, നന്ദിനി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം ഞാൻ വിചാരിച്ചതിൻ്റെ ഇടയിൽ കുറച്ച് ചെറിയ ബ്രേക്കൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഈ കോൾ വന്നത്. ഇത് ഒരിക്കലും നഷ്ടമായില്ല. തിരിച്ച് വന്ന് ഈ ക്യാരക്ടർ എടുത്തത് അതിൻ്റെ കാര്യം വെച്ചാൽ ഫുൾ ഫൺ എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ പലപ്പോഴും നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചേച്ചിക്ക് എന്തുകൊണ്ട് ഡബ് ചെയ്തുകൂടാന്ന്.
ഇപ്പം കുറച്ച് സ്ക്രാച്ച് ഉണ്ട് കോൾഡ് ആയതുകൊണ്ട്. 2 സീരിയലിലും ഞാനായിരുന്നില്ലല്ലോ ഡബ് ചെയ്തിരുന്നത്. ഇതിൽ നിങ്ങൾ എൻ്റെ ഒറിജിനൽ വോയിസിൽ ലൈവ് റെക്കോർഡിംഗ് ആയിട്ടാണ് കാണാൻ പോകുന്നത്. ബേസിക്കലി ഇതൊരു തിയേറ്ററിൽ ഡ്രാമ ചെയ്യുന്ന പോലെ ഞങ്ങളൊരു 3-4 തവണയൊക്കെ റിഹേഴ്സൽ ചെയ്യും. റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെർഫോം ചെയ്യാൻ. ഓക്കെ, പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 ക്യാമറ വെച്ച് ഞങ്ങളങ്ങ് ഷൂട്ട് ചെയ്യും. ഒരു തരികിടയും നടക്കത്തില്ല, ആരും സ്ക്രിപ്റ്റ് വായിച്ചു തരത്തില്ല. നമ്മൾ തന്നെ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. നല്ല ശുദ്ധ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റണം. അപ്പോൾ എന്താ പറയുക, ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പ്ലസ് ഞാൻ ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടറിൽ നിന്ന് ജിബ ഈ ക്യാരക്ടറിനെ എങ്ങനെ ആൾക്കാർ എടുക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട് അറിയാൻ. പക്ഷേ ഐ എം ഷുവർ ദേ വിൽ ടേക്ക് ഇറ്റ് റൈറ്റ്. എല്ലാം വളരെ ഭംഗിയായി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊന്നും ഞാൻ പറയില്ല എന്നെക്കുറിച്ച് പറയുമ്പോൾ. പക്ഷേ നന്നായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗൈസ് ശബ്ദം പോലും പോയിരിക്കുന്നത്. നമ്മൾ ഹാപ്പി കപ്പിളില് അമ്മിണിയമ്മനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഓക്കെ, അമ്മിണിയമ്മയുടെ മക്കളെയൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഓക്കെ, അമ്മിണിയമ്മയുടെ ക്യാരക്ടർ എങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇതില്? ഇതിനകത്ത് മുത്തശ്ശനും അമ്മിണിയമ്മയാണ് വീട്ടിലുള്ള, എൻ്റെ ഒരു മകളും മകളുടെ ഒരു ഫാമിലി. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടുള്ള കപ്പിളാണ്. അപ്പോൾ നമ്മൾ ട്രെയിലറിൽ കണ്ടത് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി വക്കത്തിക്കുന്ന കുറേ കപ്പിൾസിനെയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ കപ്പിൾ ജീവിതം? ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള കപ്പിളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ മകളും മകളുടെ 4 മക്കളും ഡിവോഴ്സിലോട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനൊരു സീരിയലായിരിക്കും പ്രേക്ഷകർക്ക് ഇത് സമ്മാനിക്കുക? അയ്യോ, ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ ഇതുവരെ സിറ്റ്കോം ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഇനി അങ്ങോട്ടുള്ളൊരു ജീവിതത്തിലോട്ടുള്ളൊരു നല്ലൊരു ക്ലാസ്സാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടുത്തെ ഏറ്റവും സീനിയർ ആണെങ്കിലും പക്ഷേ ഇവിടെയുള്ള കൊച്ചു വരെ എന്നെക്കാളും സീനിയറാണ് അവർ ഈ അഭിനയത്തിൽ. അവർ സിറ്റ്കോം ചെയ്തവരാണ്, കുറേ സീരിയൽ ചെയ്തവരാണ്. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നല്ലത് ഇനിയും ചെയ്യാനുള്ളൊരു അതാക്കി തരുന്നുണ്ട്. അത് ധൈര്യം കുറേശ്ശെ. ആനന്ദഭവനത്തിലെ ഒരു ബസ്സിൻ്റെയൊക്കെ ഉടമയായ ആനന്ദിൻ്റെയും അമ്മിണിയുടെയും വീട്ടിൽ നടക്കുന്ന ചില സംഭവവികാസങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒരു കാലിക പ്രസക്തമായൊരു വിഷയം സാമൂഹ്യ പ്രതിബദ്ധതയോടെ അവതരിപ്പിക്കുന്നു, വ്യത്യസ്തമായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൂടാതെ ഏഷ്യാനെറ്റ് ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഫസ്റ്റ് സിറ്റ്കോം എന്ന പ്രത്യേകതയും. എങ്ങനെയാണ് ഇത് ടോട്ടലി ക്യാരക്ടർ എങ്ങനെയായിരിക്കും സാറിൻ്റെ ഇതിൽ? ആനന്ദഭവനത്തിലെ കാരണവരാണ് ആനന്ദൻ അഥവാ മുത്തശ്ശൻ. മുത്തശ്ശനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. മുത്തശ്ശൻ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും, കേൾക്കാത്തവരുമുണ്ടേ. കേൾക്കാത്തവരെ കേൾപ്പിക്കുക എന്നുള്ളതാണ് മുത്തശ്ശൻ്റെ പ്രധാന ചുമതല. കൂടാതെ നേർവഴിക്ക് എല്ലാവരെയും എത്തിക്കാൻ ശ്രമിക്കുക. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണം.